നിങ്ങളൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് നടത്തുന്ന ആളാണോ? നിങ്ങളുടെ ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട് ധാരാളം ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് ആവശ്യങ്ങൾ വരാറുണ്ട് അല്ലേ? കൺസ്യൂമർ പ്രൊഡക്ട്സും അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സും തമ്മിൽ ധാരാളം ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു 3 കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. വിഷൻ കൺട്രോൾസിന്റെ ലേണിംഗ് ആൻഡ് സൊല്യൂഷൻ പ്രൊവൈഡിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പർച്ചേസ് മാനേജർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, ഇവരായിരിക്കും ആക്ച്വലി പർച്ചേസിന്റെ ഡിസിഷൻ മേക്കർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവർ പലപ്പോഴും പറ്റുന്ന അബദ്ധം എന്താണെന്ന് വെച്ചാൽ, കൺസ്യൂമർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ഒരു ബിഹേവിയർ പാറ്റേൺ ആണ് ഇവർക്കുള്ളത്. അതായത് നമുക്കറിയാം, നോർമൽ കൺസ്യൂമർ പ്രൊഡക്റ്റിനകത്ത് നമുക്ക് ഒരു ലോങ് ടേം ആയിട്ട് ഒരു സർവീസ് സപ്പോർട്ടിന്റെ കാര്യമോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന്റെ കാര്യമോ ഒന്നും നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതായിട്ട് ആവശ്യം വരാറില്ല. നമുക്കിപ്പോൾ ഒരു TV, ഫ്രിഡ്ജ് അങ്ങനെയുള്ളതൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയം നമുക്കറിയാലോ, നമുക്ക് ഒരിടത്ത് പർച്ചേസ് ചെയ്ത് വേറെ എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് സർവീസിനൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അതിന് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് കഴിയും. നമ്മൾ ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതാണ് നമ്മൾ നോർമലായിട്ട് വരുന്ന കൺസ്യൂമർ മാർക്കറ്റും ഇൻഡസ്ട്രിയൽ മാർക്കറ്റും നമ്മൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടെക്നിക്കൽ ഡീറ്റെയിൽസ് എപ്പോഴും ധാരാളം ഇൻവോൾവ്ഡ് ആണ് ഇത്തരം പർച്ചേസിനകത്ത്. നമ്മൾ നോർമൽ കൺസ്യൂമർ പ്രൊഡക്റ്റിനകത്ത് ധാരാളം ടെക്നിക്കൽസ് ഉണ്ടാവണം എന്നില്ല. ഇപ്പോൾ നമ്മളൊരു ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ഒരു VFD വാങ്ങിക്കുന്നു, PLC വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഡിവൈസസ്, സെൻസർ വാങ്ങിക്കുന്നു, എന്താണെങ്കിലും അതിനകത്ത് ടെക്നിക്കൽ ഇൻവോൾവ്ഡ് ആണ്. അപ്പോൾ ടെക്നിക്കൽ ഡീറ്റെയിൽസ് എപ്പോഴും നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഒരു പർച്ചേസ് നടത്താൻ. ഇതാണ് മെയിൻ കാര്യം. ടെക്നിക്കൽ പ്രോഡക്റ്റ് നമ്മുടെ ആപ്ലിക്കേഷന് സൂട്ടബിൾ ആണോ, അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അതിന് ലോങ് ടേം ആയിട്ട് അതിൻ്റെ സർവീസ് കിട്ടുമോ, ഇത് ഏറ്റവും അപ്ഡേറ്റഡ് മോഡലാണോ അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് മോഡലാണോ എന്നുള്ളതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ടെക്നിക്കൽ ഡീറ്റെയിൽസ് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു ഡിസിഷൻസിലേക്ക് എത്താനായിട്ട് പാടുകയുള്ളൂ. രണ്ടാമത്തെ ഒരു പ്രധാന വിഷയം ശ്രദ്ധിക്കേണ്ടത് സർവീസ് സപ്പോർട്ട് എന്നുള്ള പോയിന്റാണ്. രണ്ടാമത്തെ പോയിന്റായിട്ട് ഹൈലൈറ്റ് ചെയ്യാനുള്ളതും ഇത് തന്നെയാണ്, സർവീസ് സപ്പോർട്ട് എന്ന് പറയുന്നത്. നിങ്ങളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ എസ്പെഷ്യലി അതിനകത്ത് ഹൈലി ടെക്നിക്കൽ ഇൻവോൾവ്ഡ് ആണെങ്കിൽ, അതിനകത്ത് ആഫ്റ്റർ സെയിൽസ് സർവീസ് സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സപ്പോസ് എന്തെങ്കിലും ഒരു മെയിൻ്റെനൻസ് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് സപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യം വരുന്നുണ്ടെങ്കിൽ, സർവീസ് സപ്പോർട്ട് എന്നുള്ള ഒരു പാരാമീറ്റർ നിങ്ങൾ കൺസിഡർ ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഒരു ഡിസിഷൻ എടുത്താൽ മതിയാവും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ പ്രോബ്ലം, അതായത് ഈ ഡിവൈസ് ഫെയിലിയർ ആകുകയോ എന്തെങ്കിലും മെയിൻ്റെനൻസ് വരികയോ ചെയ്യുമ്പോൾ വെണ്ടറെ നിങ്ങൾ സപ്പോർട്ടിന് വിളിച്ചാൽ നിങ്ങൾക്ക് കിട്ടില്ല. ആ സമയം മുഴുവൻ നിങ്ങളെ പ്ലാന്റ് നിർത്തിയിടേണ്ടതായിട്ട് വരും. അതുമൂലം നിങ്ങൾക്ക് ഒരു ഹ്യൂജ് ലോസ് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ സർവീസ് സപ്പോർട്ടാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ്. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ ആണ്, നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ്, പ്രൈസ് എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. പലപ്പോഴും ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് പ്രൈസ് ആണ്, അല്ലെ? അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മുടെ ഒരു പാരാമീറ്റർ ലിസ്റ്റിനകത്ത് ഒരു മൂന്നിൽ താഴെ മാത്രമേ ഈ പ്രൈസ് എന്ന് പറയുന്ന പാരാമീറ്റർ വരാൻ പാടുള്ളൂ. ആദ്യത്തെ പ്രയോറിറ്റി എപ്പോഴും നമുക്ക് ക്വാളിറ്റി ആയിരിക്കണം, സർവീസ് സപ്പോർട്ട് ആയിരിക്കണം, മറ്റു കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഡെലിവറി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം ടെക്നിക്കൽ ഉൾപ്പെടെ നമ്മൾ ടെക്നിക്കൽ, സർവീസ് സപ്പോർട്ട്, ഡെലിവറി, ഇത്തരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ശരിക്കും പ്രൈസ് കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. എനിവേ, ഞാനത് മൂന്നാമത്തെ പോയിന്റായിട്ട് പറയാൻ കാരണം, നിങ്ങൾക്ക് പ്രൈസ് കൺസിഡർ ചെയ്യാം. ടെക്നിക്കലും ഈ പറയുന്ന സർവീസ് സപ്പോർട്ടും നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം നിങ്ങൾ പ്രൈസിനെ കുറിച്ച് കൺസേൺഡ് ആയിട്ട് നിൽക്കുക. ചില കേസിനകത്ത് എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൈസ് അല്പം കൂടുതലാണെങ്കിലും നമുക്ക് സർവീസ് സപ്പോർട്ടും മറ്റ് ക്വാളിറ്റി സൈഡും ടെക്നിക്കലും ഒക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അല്പം കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അത് അങ്ങനെയാണ് സംഭവിക്കുക. എപ്പോഴും നമുക്ക് സർവീസ് സപ്പോർട്ട് കൂടുതൽ കിട്ടുന്നിടത്ത് അല്പം പ്രൈസ് കൂടുതലായിരിക്കും. അപ്പൊ ഈ 3 കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് മാത്രം നിങ്ങൾ ഒരു പർച്ചേസിന് ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഇത് എങ്ങനെയാണ് തിരിച്ചറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കാം, അവരുടെ റിവ്യൂസ് നോക്കാം. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഇത്തരം എല്ലാ ഓൺലൈൻ മീഡിയാസിലും ഇപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് റിവ്യൂസ് അറിയാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് ഒരു സപ്ലയറെ അല്ലെങ്കിൽ വെണ്ടറെ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തരത്തിലും ഒരു ഫ്രസ്ട്രേഷനോ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് നിർത്തിയിടേണ്ടത് മൂലം ഉണ്ടാകുന്ന മറ്റേ ലോസസോ ഒന്നും നിങ്ങൾക്ക്
ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റിക്വയർമെന്റ്സോ സജഷൻസോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. കൂടാതെ വിഷൻ കൺട്രോൾസിന്റെ വാട്സ്ആപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്